കോട്ടയത്ത് നിന്നും എത്തുന്ന വാർത്ത വളരെ വേദനിപ്പിക്കുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന വാർത്തയാണ്, ഞെട്ടിക്കുന്ന വാർത്തയാണ്. കോട്ടയത്ത് വൃദ്ധദമ്പതികൾ വീട്ടിൽ മരിച്ച നിലയിൽ. വിജയകുമാർ, ഭാര്യ മീര എന്നിവരുടെ മൃതദേഹം രക്തം വാർന്ന നിലയിലാണ് കണ്ടെത്തിയത്. കൊലപാതകമെന്നാണ് സംശയം. വെസ്റ്റ് പോലീസ് ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ശരത് എസ് ചേരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ശരത് എസ്. വലിയ ഒരു ഭവനമാണ്. ആ വീടിനുള്ളിൽ ഇവർ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണ് സംഭവിച്ചത്? കൊലപാതകമെന്നാണോ പ്രാഥമിക നിഗമനം? മക്കളൊക്കെ എവിടെയാണ്? എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? അരുൺകുമാർ, നിലവിൽ കൊലപാതകമെന്ന സംശയം പോലീസിനുണ്ട്. കാരണം രക്തം വാർന്ന നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. രാവിലെ വീട്ടുജോലിക്ക് എത്തിയ സ്ത്രീയാണ് ഇത്തരത്തിൽ രണ്ടുപേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ മരിച്ച വിജയകുമാർ എന്ന് പറയുന്നത് ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിന്റെ ഉടമയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ മീരയെയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവരും മാത്രമാണ് ഈ വീട്ടിലുണ്ടായിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ രക്തം വാർന്ന നിലയിൽ രാവിലെ വീട്ടുജോലിക്കാരി എത്തിയ സമയത്താണ് മൃതദേഹം കാണുന്നത്. ഒപ്പം ഇതിന് സമീപത്ത് വെച്ച് ആയുധം ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസും വ്യക്തമാക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട്. അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഇൻക്വസ്റ്റ് നടപടികൾ തുടരുകയാണ്. അതിനുശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റും. വർഷങ്ങളായി വിദേശത്ത് ജോലി ചെയ്യുന്ന ആളാണ് ഈ മരിച്ച വിജയകുമാർ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ബിസിനസ് ജോലിയാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ കാലമായി അദ്ദേഹം നാട്ടിലുണ്ടായിരുന്നു. ഈ വീട്ടിൽ ഭാര്യയ്ക്കൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. അങ്ങനെ എന്താണ് ഈ മരണകാരണം എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന സംശയം പോലീസിനുണ്ട്. കൊലപാതകം എന്ന സംശയത്തിലാണ് എന്തായാലും പോലീസ് ഇപ്പോൾ ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം തുടരുകയാണ്. നിലവിൽ ശരത്ത്, ഇവരുടെ മക്കളെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? ബന്ധുക്കൾ? ഈ വീട്ടിൽ ഇരുവരും, ഈ വിജയകുമാറും ഭാര്യ മീരയും മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. മക്കൾ ഉൾപ്പെടെ പുറത്താണ് എന്നുള്ളതാണ്, വിദേശത്താണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അക്കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. പോലീസ് നൽകുന്ന വിവരം അനുസരിച്ച് ഈ വീട്ടിൽ ഇരുവരും മാത്രമായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. രാവിലെ വീട്ടുജോലിക്ക് എത്തിയ സ്ത്രീയാണ് ഇത്തരത്തിൽ ഇരുവരെയും വീടാണ്. ഇവർ രണ്ടുപേരും മാത്രമാണ് താമസം. ഏറെക്കാലമായി വിദേശത്തായിരുന്ന വിജയകുമാർ നാട്ടിലെത്തി മീരയ്ക്കൊപ്പം താമസിക്കുകയായിരുന്നു. വൃദ്ധദമ്പതികളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവരുടെ മക്കൾ ഒരുപക്ഷെ വിദേശത്തായിരിക്കാം. ഇവിടെ മറ്റ് കാവൽക്കാരോ സുരക്ഷാ സംവിധാനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല, അല്ലേ? അതായത് ഇന്ന് പുലർച്ചെ ഈ അപകടം നടക്കുന്നത് അറിഞ്ഞ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആ വിവരം പുറം ലോകം അറിയുന്നത് രാവിലെ അവിടെ പണിക്കെത്തിയ ഒരാൾ, സ്ത്രീ ഇത് കാണുമ്പോഴാണ്, അല്ലേ? അവിടെ മറ്റ് ഗേറ്റിലോ വാച്ചറോ ഗേറ്റ് കീപ്പറോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇല്ല, രാവിലെ വീട്ടുജോലിക്കാരി എത്തിയ സമയത്താണ് ഈ ഇരുവരെയും മരിച്ച നിലയിൽ കാണുന്നത്. ഇത്തരത്തിൽ ഗേറ്റ് കീപ്പറോ മറ്റ് കാവൽക്കാരൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. പോലീസ് എന്തായാലും ഇക്കാര്യമടക്കം അന്വേഷിച്ചു വരികയാണ്. വീട്ടിൽ എത്ര പേരുണ്ടായിരുന്നു, എത്ര കാലമായി ഇവർ ഈ വീട്ടിലേക്ക് മടങ്ങി വന്നിട്ട്, വിദേശത്തായിരുന്നു ഇരുവരും, അങ്ങനെ എത്ര കാലമായി വീട്ടിലേക്ക് മടങ്ങി വന്നിട്ട് ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾ ഇവരുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ഇപ്പോൾ എന്തായാലും അന്വേഷിക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ വീട്ടുജോലിക്കാരി മൃതദേഹം കണ്ടു എന്നുള്ളതാണ് നിലവിൽ പോലീസിന്റെ വിവരം. അതിനപ്പുറം ഈ തലേ ദിവസം ആരെങ്കിലും വീട്ടിൽ വന്നിരുന്നു, ആരെങ്കിലുമായി സംസാരിച്ചിരുന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. മൊബൈൽ ഫോൺ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. CCTV ദൃശ്യങ്ങൾ സ്വാഭാവികമായും ഇനിയിപ്പോൾ പോലീസ് എടുക്കിയിരിക്കുന്നു. പ്രതികരണം വരുന്നു. അങ്ങനെയാണ്. ഞാനത് പിന്നെ എടുത്തു പറയാൻ തയ്യാറല്ല. സംഭവിച്ചു ഒരു മരണം, അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു. അത് ശരിയാ, സംഭവം ശരിയാണ്. ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ അവനെ പറഞ്ഞു വിട്ടു. അപ്പോൾ അവൻ്റെ വല്ലതും പ്രതികരണമാണോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അയ്യോ എൻ്റെ ദൈവമേ, അപ്പോൾ അവരുടെ വല്ല പ്രതികരണമാണോ എന്ന് നമുക്കറിയാൻ മേല. അങ്ങനെയാണ് നാട്ടുകാർ പറയുന്നത്. എനിക്ക് ഡയറക്റ്റായിട്ട് ഒന്നും അറിയാൻ മേല. ഈ നാട്ടുകാർ പറഞ്ഞ് കേട്ടതാണ് ഇതെല്ലാം. ഓക്കെ, മതി. മീഡിയയോടുള്ള പ്രതികരണമായിരുന്നു. അവിടുത്തെ ഒരു ജോലിക്കാരനുമായിട്ട് എന്തോ ഒരു ചെറിയ തർക്കമോ എന്തോ ഒരു ഇതുണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് അവരുടെ ക്യാമറാമാൻ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ നാട്ടുകാരുടെയൊക്കെ പ്രതികരണം ഒന്ന് ചോദിക്കാവുന്നതാണ്. എന്താണ്, ആരാണ്, കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ തുടങ്ങിയ വിവരങ്ങൾ കൂടി നമുക്ക് അറിയാവുന്നതാണ് എന്ന് തോന്നുന്നു. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ആ വീടിൻ്റെ മുറ്റമാണ്. അവിടേക്ക് വെസ്റ്റ് പോലീസ് ഉദ്യോഗസ്ഥർ എത്തുന്നുണ്ട്. കൊലപാതകമാണോ എന്നുള്ളതിൽ ഒരു സംശയമുണ്ട്. വെസ്റ്റ് പോലീസ് ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. വിജയകുമാറും മീരയും വൃദ്ധദമ്പതികളായ ഇവരിൽ വിജയകുമാർ വിദേശത്തായിരുന്നു ഏറെക്കാലം. അതിനുശേഷം പിന്നീട് നാട്ടിൽ വന്ന് ഭാര്യ മീരയ്ക്കൊപ്പം താമസിക്കുകയായിരുന്നു. ഇന്ന് പുലർച്ചെ വീട്ടുപണിക്കെത്തിയ ജോലിക്കാരിയാണ് ഇവരുടെ മൃതദേഹങ്ങൾ കാണുന്നത്. വലിയ വീടാണ്. ഇവരുടെ മറ്റ് വിശദാംശങ്ങൾ ഇനി ശേഖരിക്കുന്നതേ ഉള്ളൂ. CCTV ദൃശ്യങ്ങൾ അവിടെയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഇവരുടെ പ്രതികരണമെന്ന്, മറ്റുള്ള ആരുടെയെങ്കിലും പ്രതികരണങ്ങൾ കൂടി നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്നും പ്രേക്ഷകരിലേക്ക് എത്തിക്കാവുന്നതാണ്. ഇവരുടെ ബന്ധുക്കളോ മറ്റാരെങ്കിലും സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ടോ തുടങ്ങിയ വിവരങ്ങൾ കൂടി നമുക്ക് എത്തിക്കാവുന്നതാണ്. നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റിന് അവരുടെ പ്രതികരണങ്ങൾ കൂടി ആരായാൻ കഴിയുമെങ്കിൽ നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ എത്തിക്കാം. ഇപ്പോൾ പോലീസ് പ്രതികരിക്കുന്നില്ല. പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തുകയാണ്. ക്രൈം നടന്ന സ്പോട്ടിലേക്ക് ഇപ്പോൾ
പോലീസ് ഉദ്യോഗസ്ഥർ എത്തിക്കൊണ്ടിരിക്കുന്നു. വലിയ തികച്ചും സമ്പന്നരായവരാണ്. അപ്പോൾ ഇതിലെന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. വലിയൊരു വീടാണ്. ആ വീട്ടിൽ ആകെ 2 പേർ മാത്രമാണ്. ഇങ്ങനെ ഒട്ടേറെ സ്ഥലങ്ങളുണ്ട് നമ്മുടെ ഈ പ്രത്യേകിച്ച് തിരുവല്ല, പത്തനംതിട്ട, കോട്ടയം ഭാഗങ്ങളിൽ മക്കളൊക്കെ വിദേശത്താവുകയും വലിയ വീടുകൾ നിർമ്മിച്ചിടുകയും ആ വീടുകളിൽ അമ്മയും അച്ഛനും മാത്രമായി തീരുകയും ചെയ്യുന്ന ഭവനങ്ങൾ ഒരുപാടുണ്ട്. വൃദ്ധഭവനങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇത്തരം വീടുകളുടെ എണ്ണം പെരുകി വരികയാണ്. വേണ്ടത്ര സുരക്ഷയോ സംവിധാനങ്ങളോ ഒന്നും അവിടെ ഇല്ല എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം വീടുകളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവർ സ്വാഭാവികമായും നോക്കൂ, ഇവിടെ ചുരുങ്ങിയതൊരു 7-8 മുറികളെങ്കിലും ഈ വീട്ടിലുണ്ടാവും. ആകെ താമസിക്കുന്നത് ഈ വിജയകുമാറും ഭാര്യ മീരയും മാത്രമാണ്. വർഷത്തിലൊരിക്കൽ, ആണ്ടിലൊരിക്കൽ വന്നു പോകുന്ന മക്കൾക്കാണ്, മക്കളെ കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പ് കൂടിയാണ്. ഇവർ വിദേശത്ത് താമസിച്ചയാളാണ് വിജയകുമാർ. പിന്നീട് അവിടെ നിന്നും ജോലി മതിയാക്കി ബിസിനസ്സൊക്കെ പൂർത്തിയാക്കി നാട്ടിലേക്ക് വരികയും സ്വാഭാവികമായും മക്കളുണ്ടെങ്കിൽ അവരെയൊക്കെ വിദേശത്തേക്ക് അയക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഇവിടെ സ്വസ്ഥമായി ജീവിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ കൊലപാതകം നടന്നിരിക്കുന്നത്. ഇപ്പോൾ വിനീത കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഡെസ്കിൽ നിന്നും. വിനീത, നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായും ഇവരുടെ മക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ, CCTV ദൃശ്യങ്ങൾ, കൊലപാതകമാണോ ആത്മഹത്യയാണോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിഗമനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടോ? രാവിലെ ജോലിക്കാരിയാണ് 2 പേരുടെയും മൃതദേഹം കണ്ടെത്തിയത്. കോട്ടയത്തെ തന്നെ ഒരു പ്രമുഖ വ്യവസായിയാണ് വിജയകുമാർ. നമുക്കറിയാവുന്ന പോലെ ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉണ്ട്, കോട്ടയത്തെ ഒരു പ്രമുഖ ഓഡിറ്റോറിയം. അതിൻ്റെ ഉടമ കൂടിയാണ് വിജയകുമാർ. ഈ തിരുവാതുക്കൽ എരുത്തിക്കൽ അമ്പലത്തിന് സമീപത്ത് തന്നെയാണ് ഇവരുടെ വീട്. അതായത് ഏതാണ്ട് നഗരമധ്യത്തിൽ തന്നെയാണ് വീടുള്ളത്. രക്തം മാർന്ന നിലയിൽ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇവർക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഒരു ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ബന്ധുക്കളിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരങ്ങൾ. മനസ്സിലാക്കുന്നത് ഇതൊരു കൊലപാതകമാണ് എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ജോലിക്കാരിയാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവർ 2 പേരും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ആ സമയത്ത് എന്നറിയാൻ കഴിഞ്ഞു. നേരത്തെ അവിടുത്തെ ഒരു പ്രദേശവാസി പറഞ്ഞതുപോലെ തന്നെ അവിടെ ഈ വീട്ടിലുണ്ടായിരുന്ന ഒരു ജോലിക്കാരനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുന്നത്. കൊലപാതകത്തിലേക്കുള്ള ഒരു സാഹചര്യം തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. മുഖത്ത് ഉൾപ്പെടെ ആയുധം ഉപയോഗിച്ചുള്ള മുറിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇരുവരുടെയും ദേഹത്ത് മുറിവുകൾ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ അത് ഒരു കൊലപാതകം എന്ന നിലയ്ക്ക് തന്നെയാണ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. വാർഡ് കൗൺസിലറോട് ഉൾപ്പെടെ നമ്മൾ സംസാരിക്കുമ്പോൾ അതാണ്. അപ്പോൾ ആ 2 പേരും കൂടെ മരിച്ചെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഇവരൊറ്റയ്ക്കാണ്. അവരുടെ മകൻ നേരത്തെ മരിച്ചുപോയി. മോൾ അമേരിക്കയിലാണ്. ഇവർക്ക് ഇഷ്ടം പോലെ സാമ്പത്തികം എല്ലാം ഉള്ളവരാ. അപ്പോൾ പിന്നെ മകൾ അമേരിക്കയിലാണ് വിനീത. ഒരു മകനുള്ളത് പറഞ്ഞാൽ നമ്മളിവിടെ ഒന്നുള്ളത്. പിന്നെ ഒരു സംഭവം ഇങ്ങനെ അറിഞ്ഞു. പണ്ടൊരു ബംഗാളി ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. ആ ബംഗാളി ഏതാണ്ടൊക്കെ കാണിച്ചപ്പോൾ അവനെ പറഞ്ഞു വിട്ടു. അപ്പോൾ അതിൻ്റെ പ്രതികരണം വല്ലതും ആണോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാൻ മേല. ഇങ്ങനെയാണ് പറയുന്നത് കേട്ടത്. പബ്ലിക്കനുണ്ട്, കള്ളന്മാരാൻ വഴിയില്ല. ഇന്റേണലി എന്തെങ്കിലും വിഷയം ഉണ്ടെന്നുള്ളതാണ് സംശയമുണ്ട് പബ്ലിക്കിന്. ഇല്ലില്ല, കാരണം ഇവിടെ ഒരാൾ സൂയിസൈഡ് ചെയ്താ പണ്ട്. ഇവിടെ ഇന്ദ്രപ്രസ്ഥം മേടിച്ചതിൻ്റെ ഓണറാണ് ഇവർ. ഇന്ദ്രപ്രസ്ഥ ഹോട്ടൽ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ എന്തോ ചെറിയ വിഷയമുള്ള സ്ഥലമാണ് ഈ വീട്. സംശയമുണ്ട്. വേണം, കണിച്ചായിട്ടും വേണം. പബ്ലിക്കിന് സംശയമുണ്ടത്. കള്ളന്മാരല്ല.